ഓക്കെ, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പത്രങ്ങളിലൊക്കെ വന്ന നമുക്ക് വളരെ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു കേരളം ഇനി മുതൽ നക്സൽ ഏരിയയിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ കേരളത്തിൽ ഒരുപാട് നക്സൽ അഫക്റ്റഡ് സ്ഥലങ്ങളുണ്ടായിരുന്നു, നക്സൽ അഫക്റ്റഡ് ആയിട്ടുള്ള ജില്ലകൾ ഉണ്ടായിരുന്നു. ആ ജില്ലകളൊക്കെ ആ ലിസ്റ്റിൽ നിന്ന് മാറിയിട്ടുണ്ട്. അതായത് നക്സൽ ആക്ടിവിറ്റി നടക്കാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറി. കേരളം ദാരിദ്ര്യമുക്തമായി എന്നൊക്കെ പറയുന്നത് പോലെ കേരളം നക്സൽ മുക്തമായി മാറിയ ഒരു സമയമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സമാധാനം നമുക്ക് ഉണ്ടാവുന്ന ഒരു വാർത്തയാണത്. നമ്മളെ നാടിന്റെ സമാധാനം അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവാണ്. പക്ഷേ SSC GD പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഈ ഒരു വാർത്ത കാണുമ്പോൾ അവർക്ക് ചെറിയൊരു നെഞ്ചിടിപ്പ് കൂടും, അവർക്കൊരു ടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലേക്ക് SSC GDക്ക് രണ്ട് രീതിയിലാണ് വേക്കൻസികൾ നൽകി വരുന്നുള്ളത്. ഒന്ന് ജനറൽ ഏരിയ അല്ലെങ്കിൽ ജനറൽ പൂൾ വേക്കൻസിയാണ്, മറ്റൊന്ന് നക്സൽ ഏരിയ വേക്കൻസിയാണ്. അതായത് നക്സൽ അഫക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾക്ക് പ്രത്യേകമായ വേക്കൻസികൾ കേന്ദ്ര സർക്കാർ അനുവദിക്കാറുണ്ട്. അത്തരത്തിലുള്ള വേക്കൻസിയാണ് ഈ നക്സൽ ഏരിയക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷം നമുക്ക് പറയുകയാണെങ്കിൽ കണ്ണൂരിനും അതുപോലെ തന്നെ വയനാടിനും കിട്ടിക്കൊണ്ടിരുന്നത് നക്സൽ അഫക്റ്റഡ് ഏരിയന്റെ വേക്കൻസിയാണ്. അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വേക്കൻസി ഉണ്ടായിരുന്നത്. ഇതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഈ നക്സൽ ഏരിയ വേക്കൻസി പരീക്ഷ എഴുതുന്ന ആൾക്കാർക്ക് കുറഞ്ഞ കട്ട് ഓഫ് ഉണ്ടാവുള്ളൂ. ആ ജില്ലയിലുള്ള ആൾക്കാർക്ക് അത് ഭയങ്കര ഗുണമായിരുന്നു. കട്ട് ഓഫ് വളരെ കുറവായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കാര്യമായി ഇത് പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ത് സംഭവിക്കും? കോമ്പറ്റീഷൻ കുറയുകയും ചെയ്യും. അതായത് കേരളത്തിൽ ബാക്കിയുള്ള 12 ജില്ലകളിലുള്ള ആൾക്കാർ തമ്മിലായിരിക്കും കോമ്പറ്റീഷൻ ഉണ്ടാവുക. രണ്ട് ജില്ലകൾ എന്ത് ചെയ്യും? മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ എണ്ണം കുറയും, കോമ്പറ്റീഷൻ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കാര്യത്തിൽ ഭയങ്കര സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരുന്ന SSC GD പരീക്ഷ ഇനി മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് അവിടുത്തെ യാഥാർത്ഥ്യം. അല്ലെങ്കിൽ വേക്കൻസികളിൽ മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ കട്ട് ഓഫിൽ മാറ്റം ഉണ്ടാവും, ഓവറോൾ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മാറ്റങ്ങൾ നമ്മളെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ? ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു നോക്കുക. ഇത് ഒരിക്കലും നിങ്ങൾക്ക് ടെൻഷൻ ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര കൂളായിട്ട് ഓ ഇങ്ങനെ ആവോ എന്നാ എനിക്ക് ഗുണമാണല്ലോ എന്നാ വെറുതെ ഇരുന്നേക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നിങ്ങൾ ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വെറുതെ ഞാൻ പരീക്ഷ എഴുതുന്നു, ഞാൻ പാസ്സാവുന്നു, ആ ഒരു രീതിയിലല്ല ഇതിനെ കാണേണ്ടത്. നമ്മുടെ സംവിധാനങ്ങളിൽ, നമ്മുടെ സിസ്റ്റത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, നാളെ നിങ്ങൾ പറയരുത് നക്സൽ ഏരിയ എന്ന് പറഞ്ഞാൽ വെറുതെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ്, അല്ലെ നക്സൽ ഏരിയ മാറിയതുകൊണ്ട് പ്രത്യേകിച്ച് മെച്ചോ ഗുണോ ദോഷമോ ഒന്നുമില്ല എന്ന് നിങ്ങൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു വന്നത് നക്സൽ ഏരിയ കോട്ട എടുത്തു മാറ്റിയിരിക്കുകയാണ്. നക്സൽ ഏരിയ കോട്ട എടുത്തു മാറ്റുമ്പോൾ രണ്ട് രീതിയിൽ ഇത് നമ്മളെ പരീക്ഷയെ ബാധിക്കും. ഒന്ന് പോസിറ്റീവായി ബാധിക്കും, ഒന്ന് നെഗറ്റീവായി ബാധിക്കും. രണ്ട് ഡയറക്ഷൻസിലാണ് ഈ ഒരു മാറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് ആദ്യം പോസിറ്റീവായിട്ട് ഏത് തരത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, അതിൽ ഒന്നാമത്തത് ജനറൽ ഏരിയ വേക്കൻസി ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അതായത് നമുക്കൊരു സംസ്ഥാനത്തേക്ക് SSC GD വേക്കൻസി തരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കിയോ, സപ്പോസ് 100 വേക്കൻസിയാണ് ഉള്ളത്. ഓക്കെ, ഒരു സംസ്ഥാനത്തിൽ 70,000 ആള് അല്ലെങ്കിൽ 7 ലക്ഷം ആളുകളുണ്ട്, വേറൊരു സംസ്ഥാനത്തിൽ 3 ലക്ഷം ആളുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അവരുടെ പോപ്പുലേഷൻ റേഷ്യോ എന്താ? അവരുടെ പോപ്പുലേഷൻ റേഷ്യോ 7:3 ആണ്. അപ്പോ ഈ 100 വേക്കൻസികളെ ആ രീതിയിലാണ് വീതിച്ചു കൊടുക്കുക. അതായത് ഈ സംസ്ഥാനത്തിന് 70 വേക്കൻസി കിട്ടും, ഈ സംസ്ഥാനത്തിന് 30 വേക്കൻസി കിട്ടും. റെഡി? അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ വരെ നമ്മുടെ സംസ്ഥാനത്തിന്റെ നമ്മുടെ കേരളത്തിന്റെ പോപ്പുലേഷൻ എടുക്കുന്ന സമയത്ത് എടുത്തിരുന്നത് 12 ഡിസ്ട്രിക്റ്റുകൾ മാത്രമാണ്. 12 ഡിസ്ട്രിക്ട്. ബാക്കി 2 ഡിസ്ട്രിക്റ്റോ? ആ 2 ഡിസ്ട്രിക്റ്റും നക്സൽ ഏരിയ ആണല്ലോ. അപ്പൊ അവരെ നമ്മളെ സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടല്ല, നക്സൽ ഏരിയ ആയിട്ട് കൂട്ടിയാണ് വേക്കൻസി കൊടുത്തിരുന്നത്. അപ്പൊ ഈ 12 ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലുള്ള മുഴുവൻ പോപ്പുലേഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ കുറച്ച് പോപ്പുലേഷനിൽ കുറവുണ്ടായിരുന്നു. ഇനി മുതൽ അത് എത്രയാവും? 14 ഡിസ്ട്രിക്ട് ആവും. അപ്പൊ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും. പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വേക്കൻസി ഷെയറും എന്ത് ചെയ്യും? കൂടും. ഇതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പോപ്പുലേഷൻ റേഷ്യോ മാറുമ്പോൾ നമുക്ക് ജനറൽ ഏരിയയിൽ വേക്കൻസികൾ ഇംപ്രൂവ് ആവും അല്ലെങ്കിൽ കൂടും എന്നുള്ളത് മനസ്സിലാക്കണം. വളരെ സിമ്പിൾ ആയാണ് ഞാൻ പറഞ്ഞത്. ഇതിങ്ങനെയല്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് അതിനെപ്പറ്റി പറയേണ്ടത്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ അവിടെ ജനറൽ ഏരിയ വേക്കൻസി ഇൻക്രീസ് ആവുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളാം. ഇനി അടുത്തൊരു പോസിറ്റീവ് ഫാക്ടർ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ അടുത്തൊരു പോസിറ്റീവ് മാറ്റം ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ നിങ്ങള്. രണ്ടാമത്തെ ഓക്കെ,
രണ്ടാമത്തെ ഒരു മാറ്റമാണ് നമ്മൾ സാധാരണയായി ഡിസ്കസ് ചെയ്യാറില്ല. കട്ട് ഓഫിനെ പറ്റി നമ്മൾ പരീക്ഷയാവാതെ പറയാറില്ല, അല്ലെങ്കിൽ പരീക്ഷ കഴിയാതെ പറയാറില്ല. ഞാൻ തന്നെ പറയാറുള്ള കാര്യമാണ്, പരീക്ഷ കഴിയാതെ നിങ്ങൾ കട്ട് ഓഫിനെ പറ്റി ഒരു അക്ഷരം ഉണ്ടരുത്. പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം ഉണ്ടരുത് എന്ന് പറയുന്ന പോലെ കട്ട് ഓഫിനെ പറ്റി ഒരു അക്ഷരം ഉണ്ടരുത് എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് അതിനെപ്പറ്റി സംസാരിച്ചേ മതിയാവുള്ളൂ. അതായത് നിങ്ങൾക്കറിയാം, സാധാരണ നമ്മളെ കട്ട് ഓഫ് എങ്ങനെയാ വരിക? ഇതാ, നമുക്ക് ജനറൽ ഏരിയക്ക് ഒരു കൂടിയ കട്ട് ഓഫ് ആയിരിക്കും വരിക. ഞാൻ വെറുതെ ഒരു ഉദാഹരണമായിട്ട് പറയാണ്, 70 മാർക്ക് ജനറൽ ഏരിയ കട്ട് ഓഫ്. ഓക്കെ, അപ്പൊ നെക്സൽ ഏരിയക്ക് എത്ര വരും? നെക്സൽ ഏരിയക്ക് 50 ആയിരിക്കും വരിക. ഇതാണ് സാധാരണയായി നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നെക്സൽ ഏരിയയിലെ കുട്ടികൾക്ക് ചെറിയ കട്ട് ഓഫും ജനറൽ ഏരിയയിലെ കുട്ടികൾക്ക് കൂടുതലുള്ള കട്ട് ഓഫുമാണ് സാധാരണയായി സംഭവിക്കാറുള്ളത്. ഇനി ഈ നെക്സൽ ഏരിയ പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ജില്ലകളിലുള്ള ആൾക്കാർക്കൊക്കെ അത് നെഗറ്റീവാണ്. അതായത് ഇപ്പൊ വയനാടും കണ്ണൂരും ആണെങ്കിൽ അവിടെയുള്ള കുട്ടികൾക്ക് വേക്കൻസി അല്ല എന്ത് ഇൻക്രീസ് ചെയ്യും? കട്ട് ഓഫുകൾ നല്ലപോലെ ഇൻക്രീസ് ചെയ്യും. ഇനി ജനറലി നെക്സൽ ഏരിയ ഇല്ലല്ലോ, ഇൻക്രീസ് ചെയ്യും. എന്നാൽ ഈ ഒരു കേസിൽ എന്താ സംഭവിക്കുക? സാധാരണ മറ്റ് ജില്ലകളിലുള്ള കുട്ടികൾക്ക് എന്താ സംഭവിക്കുക? അവരുടെ കട്ട് ഓഫുകൾ കുറയാണ് ചെയ്യുക. അതിന്റെ കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേക്കൻസികൾ ഇൻക്രീസ് ചെയ്തു. വേക്കൻസികൾ ഇൻക്രീസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ള ജനറൽ ഏരിയ വേക്കൻസിന്റെയും ഇപ്പോൾ ഉള്ള നെക്സൽ ഏരിയ വേക്കൻസിന്റെയും ഇടയിലുള്ള ഒരു വേക്കൻസിയാണ്, അല്ല വേക്കൻസി അല്ല, ഇടയിലുള്ള ഒരു കട്ട് ഓഫ് ആണ് ഇനി മുതൽ വരിക. അതായത് ഇവിടെ 70ഉം ഇവിടെ 50ഉം ആണെങ്കിൽ നമുക്ക് 60-നടുത്തുള്ള ഒരു കട്ട് ഓഫ് ആയിരിക്കാം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാ സംഭവിക്കുക? എക്സാം ഒക്കെ പഴയതുപോലെ തന്നെ നടക്കുകയാണെങ്കിൽ, എക്സാമിൽ മാറ്റം വന്നു, എക്സാം വളരെ ഈസി ആയി, അപ്പൊ കട്ട് ഓഫ് കൂടും. വേക്കൻസികൾ വളരെ കുറഞ്ഞു, അപ്പോഴും കട്ട് ഓഫ് എന്ത് ചെയ്യും? കൂടും. ഇനി വേക്കൻസികൾ നല്ലപോലെ കൂടിയാലോ കട്ട് ഓഫ് ചിലപ്പോൾ നല്ലപോലെ കുറഞ്ഞെന്ന് വരാം. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ബാക്കി ഫാക്ടേഴ്സ് ഒക്കെ പരിഗണിക്കണം. അതിലൊന്നും മാറ്റമില്ലെങ്കിൽ, ബാക്കി ഫാക്ടേഴ്സിൽ ഒന്നും മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ അടുത്ത വർഷത്തെ ജനറൽ ഏരിയ കട്ട് ഓഫ് കുറയും. അതായത് മറ്റ് ജില്ലകളിലെ കുട്ടികൾക്ക് ഇത് ഗുണമാണ്. ഭൂരിപക്ഷം ആളുകൾക്കും സത്യം പറഞ്ഞാൽ കട്ട് ഓഫ് കുറയുക എന്നുള്ളത് ഗുണമാണ്. നെക്സൽ ഏരിയയിലുള്ള കുട്ടികൾക്ക് പക്ഷെ എന്ത് ചെയ്യും? കുറച്ച് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പൊ ഈ രണ്ട് പ്രധാനപ്പെട്ട പോസിറ്റീവ് ഫാക്ടേഴ്സ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. LW കട്ട് ഓഫ് അല്ലെങ്കിൽ നെക്സൽ ഏരിയ കട്ട് ഓഫ് എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും. അല്ലെങ്കിൽ നെക്സൽ ഏരിയ കട്ട് ഓഫ് പോവും, ജനറൽ ഏരിയ കട്ട് ഓഫ് ഈ രീതിയിലേക്ക് മാറും. അപ്പൊ ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾ നെക്സൽ ഏരിയയിൽ പരീക്ഷ എഴുതിയ ആൾക്കാർക്ക് ഇനി മുതൽ കട്ട് ഓഫ് കൂടുകയും ജനറൽ ഏരിയയിൽ എഴുതിയിരുന്ന ആൾക്കാർക്ക് ഇനി മുതൽ കുറയുകയാണ് ചെയ്യാം. അപ്പൊ ഇത്രയും മാറ്റങ്ങളാണ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ചേഞ്ച്. ഇനി നമ്മളെ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിലും നമ്മൾ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. കുറച്ച് നെഗറ്റീവായി ബാധിക്കുന്ന ഒരു വിഷയമാണ് കോമ്പറ്റീഷൻ. അതായത് ഇത്രയും നാളും നിങ്ങൾ നെക്സൽ ഏരിയയിലുള്ള ആളുകളായിരുന്നെങ്കിൽ നിങ്ങൾക്ക് 2 ജില്ലയിലുള്ള ആളുകളോട് മാത്രം മത്സരിച്ചാൽ മതി. ഇത്രയും നാള് നിങ്ങൾ ജനറൽ ഏരിയയിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ 12 ജില്ലയിലുള്ള ആളുകളോട് മാത്രം മത്സരിച്ചാൽ മതി. പക്ഷെ ഇനി നിങ്ങൾ എല്ലാവരും തമ്മിൽ 14 ജില്ലകളും തമ്മിൽ മത്സരം ഉണ്ടാവും. അത് മാത്രമാണോ? അത് മാത്രമല്ല, ദിശ അക്കാദമി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ SSC GD പ്രൊമോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരുപാട് കുട്ടികൾ ഈ ഫീൽഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേതിനേക്കാളും ഇരട്ടിയിലധികമാണ് ഇത്തവണ അപ്ലൈ എഴുതാൻ പോകുന്ന ആളുകൾ, കേരളത്തിൽ നിന്ന് എഴുതാൻ പോകുന്ന ആളുകൾ. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആദ്യമായിട്ടാണ് നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ഇത്രയും കുട്ടികൾ വരുന്നത്. നമ്മൾ ആദ്യത്തെ കോഴ്സ് ഫില്ലായതുകൊണ്ട് അത് എൻഡ് ചെയ്തു. അതിലേക്കുള്ള എൻട്രി നിർത്തിയിട്ട് നമ്മൾ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. SSC GDക്ക് വേണ്ടിയിട്ട് ഇത്രയും നേരത്തെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ 2ാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ അത്രയും ആളുകൾ ഈ ഫീൽഡിലേക്ക് വരുന്നുണ്ട്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 14 ജില്ലകളാണ് ഇനി മത്സരിക്കാൻ പോകുന്നത് തമ്മിൽ. അവിടെ തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്മളെ ആ ഒരു വിൽ പവർ വിട്ട് കളയാൻ വേണ്ടി പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോഴും കുട്ടികൾ കൂടുതലായിട്ട് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഇപ്പൊ ഡിഗ്രീനോടൊന്നും താല്പര്യമില്ല. എല്ലാവരും ഒരു ജോലി, അത് പ്രത്യേകിച്ച് അവർക്ക് യൂണിഫോം ഇഷ്ടമാണെങ്കിൽ നേരെ SSC GD എന്ന് പറഞ്ഞാൽ വരുന്നത്. കാരണം അത്രയും വേക്കൻസികളും അത്രയും അവസരങ്ങളും ഇവിടെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ അവസരങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നേരത്തെ പഠിക്കുക, നേരത്തെ തന്നെ ഇത്തവണ തന്നെ എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്ത് പോവുക. അടുത്ത തവണത്തേക്ക് വെക്കാണ്ടിരിക്കുക. അടുത്ത തവണയാകുമ്പോൾ ഈ കോമ്പറ്റീഷൻ എന്ത് ചെയ്യും? ഇനിയും ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്തായാലും എല്ലാവർക്കും നന്നായി പഠിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും അടിപൊളിയായിട്ട് തന്നെ ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ലേണിംഗ്.